MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. തിന്മ നിറഞ്ഞ ഈ ദുനിയാവിലെന്നും നന്മതൻ വാതിൽ തുറന്നിടണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ, പാപമെല്ലാം മാറ്റി സലാമത്തെ ഗണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ, പാപമെല്ലാം മാറ്റി സലാമത്തെ ഗണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ, കേരളത്തിൻ്റെ അഭിമാനമായ ദ വോയിസ് ഓഫ് ദ യൂത്ത് അൽ ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരമാണ് MK ഫാബ്രിക്സിൻ്റെ ഈ വർഷത്തെ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 2 മാസക്കാലമായി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് കാത്തിരുന്ന ആ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 1 മാസക്കാലം ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യവും ജയ്ഹിന്ദും അതുപോലെ തന്നെ MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന
അൽ ബയാൻ എന്ന് പറയുന്ന ഈ പരിപാടി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കുമാറാകട്ടെ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ സ്പോൺസർമാരായ നാസറുദ്ദീൻ സാർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു വിശുദ്ധമായ റമളാനിൻ്റെ 30 ദിവസങ്ങൾ, ഈ 30 ദിവസങ്ങളിൽ ഇൻഷാ ഈ വിനീതനാണ് നിങ്ങളോട് ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ദിവസം അൽഹംദുലില്ലാ ഒരു ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ ആ ഒരു നന്മ ചെയ്യുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അൽഹംദുലില്ലാ ഈ ക്ലാസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന ആ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ അതിഥിയായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ വിശുദ്ധമായ റമളാനിനെ നമ്മൾ ഒന്നാമത്തെ നോമ്പ് പിടിച്ചുകൊണ്ട് ആ റമളാൻ മാസത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ ഒരു അതിഥിക്ക് കൊടുക്കേണ്ട എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാ ആ റമളാനിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്ന ഒരവസ്ഥ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബികളായ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, ഈ 2 സ്വഹാബികളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു വസിയ്യത്താണ് ഇൻഷാ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. ആ വസിയ്യത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന, നമുക്ക് അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കാരണമാകുന്ന 3 വസിയ്യത്തുകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വസിയ്യത്തുകൾ നമ്മൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് കളയലല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. ഈ പറയുന്ന വസിയ്യത്തുകളിൽ ഒരെണ്ണമെങ്കിലും അൽഹംദുലില്ലാ നമുക്ക് ഇന്നത്തെ ഈ നോമ്പ് പിടിച്ച ഈ ദിവസം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഉറപ്പായിട്ടും നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വസിയ്യത്ത്, നബിതങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വസിയ്യത്ത് ഇത്തഖില്ലാഹ ഹൈസമാ കുന്ത. നബിതങ്ങൾ പറയുന്നു, ഏ അബൂദറെ, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഇന്ന് പലർക്കും ഇല്ലാതെ പോകുന്നു. അത് രഹസ്യമായ ജീവിതത്തിലാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴാണെങ്കിലും ജനങ്ങളുടെ ഇടയിലിരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മളെ വീക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഓർമ്മ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. നമുക്കത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. തെറ്റുകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാ, ഞാൻ കള്ളു കുടിക്കുന്ന മനുഷ്യനാ, എനിക്ക് തെറ്റ് ചെയ്യാതെ ഇരിക്കാൻ കഴിയുന്നില്ല, ഞാനതിന് അഡിക്റ്റായി പോയി, ഒരു നിമിഷം പോലും എനിക്കത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് തെറ്റു ചെയ്യുവാനുള്ള ഒരവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ എനിക്ക് തരണം. മഹാനായ ഇബ്രാഹിമിൻ്റെ അദ്ദേഹം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു കള്ളുകുടിയനായ മനുഷ്യൻ അവിടെ നിന്ന് പറയുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തു കൊള്ളുക. നിനക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കള്ളു കുടിക്കണമെങ്കിൽ കള്ളു കുടിക്കാം, വ്യഭിചരിക്കണമെങ്കിൽ വ്യഭിചരിക്കാം, നിനക്ക് എന്ത് വൃത്തികേട് ചെയ്യാൻ തോന്നുന്നോ നിനക്ക് തോന്നുന്നത് ചെയ്യ്. പക്ഷേ ഒരു കണ്ടീഷനാണ് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത്.
നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷെ നീ ഒരേ ഒരു കാര്യം ചെയ്യണം. ആ മനുഷ്യന് വലിയ സന്തോഷമായി, എന്നോട് തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരുന്നു, നീ തെറ്റ് ചെയ്തു കൊള്ളുക എന്ന് പറയുന്നു. എന്നിട്ട് മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ആ മോശമായ ജീവിതം നയിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു കാണാത്ത ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ മനുഷ്യൻ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നു, അല്ല കാണാത്ത ഒരു സ്ഥലം ഈ ദുനിയാവിലില്ലല്ലോ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു കാണാത്ത ഒരു സ്ഥലം എവിടെയാണുള്ളത്? മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ചോദിച്ചു, അപ്പൊ അല്ല കാണുന്നുണ്ടെന്നുള്ള ബോധം നിനക്കുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയിരുന്ന് നീ ചെയ്താലും അത് അള്ളാഹു കാണുമെന്ന് പറയുന്ന ഒരു ബോധം നിനക്കുണ്ടല്ലോ. നിനക്ക് ലജ്ജയില്ലേ? നിന്നെ സൃഷ്ടിച്ച് നിനക്ക് സർവ്വതും തരുന്ന ആ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹ് നിന്റെ റബ്ബ് കാണുമ്പോൾ നിനക്ക് തെറ്റ് ചെയ്യാനൊരു ലജ്ജ തോന്നുന്നില്ലേ എന്ന് ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരാനത് കാരണമായി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓരോരുത്തരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ പടച്ച ഒരു റബ്ബുണ്ട്. നമ്മുടെ രണ്ട് ചുമലുകളിലും രണ്ട് മലക്കുകൾ നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാതെ 24 മണിക്കൂറും നമ്മൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും എഴുതി വെക്കുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വൽ ഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, ഒരു നന്മ അണുമണി നന്മയാണെങ്കിലും ഒരു അണുമണി തിന്മയാണെങ്കിലും അതിനെക്കുറിച്ച് നാളെ അള്ളാഹു നമ്മളോട് വിചാരണ ചെയ്യും എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളെ പടച്ച അള്ളാഹ്, നമുക്ക് സർവ്വതും തന്ന അള്ളാഹ്, ആ അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത് തന്നെ ആ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ആ അള്ളാഹു പറയുന്ന രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം, സ്വർഗം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹാനായ അബൂ ദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വസിയ്യത്ത് ചെയ്ത ഒരു കാര്യം, നീ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട്, നീ അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്തയോടുകൂടി വേണം നീ എന്തും പ്രവർത്തിക്കേണ്ടതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിശുദ്ധമായ റമളാൻ മാസം വല്ലാത്ത ചൂടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ നോമ്പ് പിടിച്ചു, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് ചുമ്മാതെ ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്നു. ആ വാതിലടച്ചിരിക്കുന്ന സമയം നമ്മൾ ചുമ്മാതെ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ കാണുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു. നമ്മൾ കാണുന്ന ഓരോ കാര്യവും നമ്മുടെ ഉപ്പയെ അറിയുന്നില്ല, നമ്മുടെ ഉമ്മയെ അറിയുന്നില്ല, നമ്മുടെ മക്കൾ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ അത് കാണുന്നുണ്ട്. അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈൻ, എല്ലാത്തിനും സാക്ഷി പടച്ച റബ്ബ. ആ ഒരു ബോധം നമുക്കുണ്ടാകാൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ നോമ്പുകാരാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള ആ ഒരു വലിയ മെസ്സേജാണ് നബിതങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം.
മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, വഅതുബഇ സയ്യിഅത്തിൽ ഹസന തംഉഹ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം, അബൂദറെ, നീ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാത്ത ആരുമില്ല. നമ്മളാരും പ്രവാചകന്മാരല്ല, നമ്മളാരും മലക്കുകളല്ല. മനുഷ്യരെന്ന് പറഞ്ഞാൽ പല ന്യൂനതകളും പ്രയാസങ്ങളും പല കാര്യങ്ങളും ഉള്ളവരാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിഴവുകളും തെറ്റുകളും എല്ലാം സംഭവിച്ചു പോകും. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദമിൻ്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, ആദമിൻ്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പക്ഷെ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? നബിതങ്ങൾ പഠിപ്പിക്കുന്നു, തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിങ്ങനെ ചുമന്നുകൊണ്ട്, ഞാൻ കള്ളു കുടിച്ചു പോയി, ഞാൻ വ്യഭിചരിച്ചു പോയി, ഞാൻ പലിശ തിന്നുപോയി, ഞാൻ അള്ളാനെ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റ് ചെയ്തവൻ ഇങ്ങനെ നടക്കാനല്ല. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ആ ചെയ്തു പോയ തെറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നവനാ. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞാൽ, വിശുദ്ധമായ റമളാൻ മാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാവം പൊറുക്കുന്ന മാസവാ, ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു മാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു നന്മയ്ക്ക്, ഒരു ഫർളിന് 70 ഫർളിൻ്റെ കൂലി, ഒരു സുന്നത്തിന് 1 ഫർളിൻ്റെ കൂലി. ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കോരി തരുന്ന വേറെ ഒരു മാസമില്ല. ദുആയ്ക്ക് ഇജാബത്തുണ്ട്. നമ്മൾ ഏത് സമയം നോമ്പുകാരൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴും ആ ദുആഇന് ആമീൻ പറയാൻ അള്ളാഹുവിൻ്റെ മാലാഖമാർ, അവിടുത്തെ മലക്കുകളെ അള്ളാഹു നിർത്തിയിരിക്കുന്നു. അപ്പൊ ദുആയ്ക്ക് ഉത്തരമുണ്ട്, ഒരു നോമ്പുകാരൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെ നബിതങ്ങൾ പഠിപ്പിക്കുന്നത്, നബിതങ്ങൾ പറഞ്ഞു, അബൂദറെ, നീ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിനെ ഒരു നന്മ കൊണ്ട് നീ മായിച്ചു കളയണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കൂടെ അടുത്ത ഒരു തെറ്റ് ചെയ്യലല്ല. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ നന്മ കൊണ്ട് മായിച്ചു കളയാൻ കഴിയണം. നമ്മുടെ വലതുഭാഗത്തിരിക്കുന്ന ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് നമ്മൾ ചെയ്ത ഒരു മോശമായ പ്രവർത്തനം, ഒരു തിന്മ, ആ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ വലതുഭാഗത്തിരിക്കുന്ന മലക്കിനെ കൊണ്ട് ഒരു നന്മ കൂടെ എഴുതിപ്പിക്കുമ്പോൾ ആ ചെയ്തു പോയ തെറ്റിനെ മായിച്ചു കളയുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഇങ്ങനെ പള്ളി മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയെ, ഞാനൊരു പാപം ചെയ്തു പോയി നബിയെ. എന്താണ് ആ മനുഷ്യൻ ചെയ്ത പാപം? അദ്ദേഹത്തിൻ്റെ ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന കടയിൽ ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണിന്റെ സൗന്ദര്യവും ആ പെണ്ണിനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ ആ പെണ്ണിനോടൊരു ആഗ്രഹം തോന്നി. ആ മനുഷ്യൻ പറഞ്ഞു, ഈ പുറത്തിരിക്കുന്നതിനേക്കാളും നല്ല ഈത്തപ്പഴം അകത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആ ഈത്തപ്പഴം ആ പെൺകുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തു. പക്ഷെ ആ പെണ്ണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നൊരു പെണ്ണായിരുന്നു. ആ പെണ്ണിന്റെ കൈകാലുകൾ വിറച്ചു. നിറകണ്ണുകളോടെ ഒന്നും പറയാതെ ആ പെണ്ണവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായി. ഞാനൊരു പാപം ചെയ്തു പോയല്ലോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ. ആ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് വല്ലാത്ത ഒരു സങ്കടവും വല്ലാത്ത ഒരു വേദനയും ഉണ്ടായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല. എന്നെ ഒന്ന് ശുദ്ധീകരിക്കുക നബിയെ, എനിക്കൊരു പരിഹാരം പറഞ്ഞതാ നബിയെ, എനിക്ക് സമാധാനമില്ലെന്ന് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് വളരെ സങ്കടത്തോടെ താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നബിതങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടിയില്ല. നബിതങ്ങൾ കുറേ നേരം മിണ്ടാതിരുന്നു. അപ്പോഴാണ് മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു അസറിൻ്റെ ബാങ്ക് വിളിക്കുന്നത്. അസറിൻ്റെ ബാങ്ക് വിളിച്ചു. പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചു. നബിതങ്ങളും സ്വഹാബത്തും എല്ലാവരും പള്ളിക്കകത്ത് കയറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരമെല്ലാം കഴിഞ്ഞു.
ജമാഅത്തായി നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് നബിതങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ രണ്ടാമതും നബിതങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വീണ്ടും ആവലാതി പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്താണൊരു പോംവഴി എന്ന് നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് വളരെ സങ്കടത്തോടെ ആ ചെറുപ്പക്കാരൻ നബിതങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ പാപം അള്ളാഹു പുറത്തു തന്നു. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് നബിയെ ഞാൻ ആദ്യം അങ്ങയുടെ മുമ്പിൽ വന്ന് ചോദിച്ചപ്പോൾ അങ്ങൊന്നും മിണ്ടാതിരുന്നത്? ഇപ്പൊ എന്നോട് മറുപടി പറഞ്ഞല്ലോ, എൻ്റെ പാവം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ കാരണമെന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വലൈസ സല്ലൈതൽ അസറ, നീ അസർ നിസ്കരിച്ചില്ലേ, നീ ഒരു വഖത്ത് നിസ്കരിച്ചില്ലേ, ആ ഒരു ഫർള് നിസ്കരിച്ചതിലൂടെ നീ ചെയ്തു പോയ ആ തെറ്റിനെ അള്ളാഹു മായിച്ചു കളഞ്ഞു, ആ നന്മ ആ തെറ്റിനെ മായിച്ചു കളഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പുണ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ! ഒരു നന്മ ചെയ്യുന്നതിലൂടെ അതിനു മുമ്പ് ചെയ്ത തെറ്റിനെ മായിച്ചു കളയാൻ കഴിയുമെങ്കിൽ നമ്മളൊരു നന്മ ചെയ്യാൻ ഒരു മനുഷ്യന് അബദ്ധങ്ങൾ സംഭവിക്കാം. നമ്മൾക്ക് പല സാഹചര്യങ്ങളും നമ്മളെ കൊണ്ടുപോയി തെറ്റിലേക്ക് വീഴ്ത്തിയിടാം, ശൈത്താൻ നമ്മളെ പിഴപ്പിച്ച് കളയാം, നമ്മുടെ നഫ്സ് നമ്മളെ ചതിച്ചു കളയാം. പക്ഷേ ആ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം അതാ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു പുറകിൽ ഒരു നന്മ ചെയ്യാൻ കഴിയണം. ഇതുകൊണ്ടാണ് ഓർമ്മ വെച്ച കാലം മുതലേ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു മോശമായ കാര്യങ്ങൾ ചെയ്താൽ, ഒരു പാപം ചെയ്താൽ നമ്മൾ ഉടനെ പറയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അത്? വലിയ ഒരു തൗബയാ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു തൗബയാണ് അസ്തഗ്ഫിറുല്ലാഹ്. ആ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്തേ? ആ ഒരു തെറ്റിൻ്റെ പുറകിൽ നമ്മളൊരു നന്മ ചെയ്യുന്നു, ഒരു ദിക്റ് പറയുന്നു, അതിലൂടെ അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്യുന്നു, അതിലൂടെ ആ പാപം പുറത്തു തരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ ആ തെറ്റിൻ്റെ കൂടെ അടുത്ത തെറ്റുകൂടെ ചെയ്യലല്ല. ഓരോ പാപം ചെയ്യുമ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്, ഈ വെള്ള ഡ്രസ്സിൻ്റെ അകത്ത് ഒരു തുള്ളി ഒരു കറുപ്പ് വീണു, അത് നല്ലതുപോലെ കാണും. പക്ഷേ വീണ്ടും വീണ്ടും ആ കറുപ്പ് വീഴുന്നതിലൂടെ പിന്നെ വസ്ത്രം മുഴുവനും കറുത്തു പോകുന്നു. ഇതുപോലെ മനുഷ്യൻ്റെ ഹൃദയം കറുക്കുകയാ പാപം ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കറുപ്പിക്കലല്ല, നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വെളുപ്പാക്കുക, നമ്മൾ ചെയ്ത പാപങ്ങളെ കഴുകി ശുദ്ധമാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതാണ് ഈ ഹദീസിലൂടെ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബിതങ്ങൾ വസിയ്യത്തായി പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ കാര്യം, അബൂദറെ, നീ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ നീ മായിച്ചു കളയണേ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. അൽബയാൻ പ്രോഗ്രാമുമായി ഈ റമദാൻ 30 ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വഖാലിഖിൻ നാസി ബിഖുലുഖിൽ ഹസന. നബിതങ്ങൾ പറഞ്ഞു, നീ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറ്.
നല്ല രീതിയിൽ വേണം ജനങ്ങളോട് പെരുമാറാൻ, മോശമായ രീതിയിലല്ല, നല്ല രീതിയിൽ വേണം പെരുമാറാൻ. എല്ലാവരോടും നല്ലത് സംസാരിക്കുക. നമ്മൾ നോമ്പുകാരാണ്, നമുക്ക് വെറും വയറിന് മാത്രം പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധമാക്കണം, നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ ശുദ്ധമാക്കാൻ കഴിയണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഒരാൾക്ക് വേദനയുണ്ടാക്കുന്ന ഏഷണിയും പരദൂഷണവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം അവരെ ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന മിൻ അഹബ്ബികും ഇലൈക ഫഅഖറബികും മിൻ മജ്ലിസിൻ യൗമൽ ഖിയാമ. നബി തങ്ങൾ പറയുന്നു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും അടുത്തതാരാ? നബിതങ്ങളിലേക്ക് നാളെ ഏത് മനുഷ്യനും ആഗ്രഹിച്ചു പോകും ആ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, ആ നബിതങ്ങളുടെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് ആ നബിതങ്ങളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നവരല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമല്ലേ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ ഒന്ന് കാണുക എന്നുള്ളത്, ആ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുക എന്നുള്ളത്, ആ മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ആ ഹൗലുൽ കൗസറിലെ പാനീയം ഒന്ന് വാങ്ങിച്ചു കുടിക്കണമെന്ന് കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നബിതങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നബിതങ്ങൾ സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ആ നബിതങ്ങളുടെ അടുക്കൽ പോയി നിൽക്കാൻ, ആ നബിതങ്ങളുടെ സാമീപ്യം നേടിയെടുക്കാൻ, ആ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ? നബിതങ്ങൾ പറയുകയാ, ഏറ്റവും നല്ല രീതിയിൽ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമുള്ളവർ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ നാളെ എൻ്റെ അടുക്കൽ ഏറ്റവും അടുത്തവരാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധമായ റമളാന പാപങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു മാസമാണ്. അതുകൊണ്ട് നമ്മുടെ നാവിന് നോമ്പുണ്ടാകണം. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അയച്ചു തരുന്ന ഈ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒന്നും മറുപടി തരാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് ഏറ്റവും നല്ല ഒന്നാമത്തെ ചോദ്യം, അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് MK സിഗ്നേച്ചർ കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വലിയ സ്ഥാപനമാണ്, ബഹുമാനായ നാസറുദ്ദീൻ സാഹിബിൻ്റെ. അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. രണ്ടാമത്തെ ആ ചോദ്യം, അൽഹംദുലില്ലാ, അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര. അൽഹംദുലില്ലാ, ബഹുമാനായ ലത്തീഫ് സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ നല്ല ചോദ്യം തിരഞ്ഞെടുത്ത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്പോൺസർ ചെയ്യുന്നത് പ്രകൃതി ഹോസ്പിറ്റൽ. അൽഹംദുലില്ലാ, ബഹുമാനായ ഷഫീഖ് ഡോക്ടറാണ്. ഒരുപാട് ബ്രാഞ്ചുകളുള്ള കരുനാഗപ്പള്ളിയിലും എടപ്പള്ളിയിലും മലപ്പുറത്തുമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഷഫീഖ് ഡോക്ടർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് മുഴുവനും അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ആ സഹോദരനും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ അൽബയാൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് MK ഫാബ്രിക്സ് കൊല്ലം, അൽഹംദുലില്ലാ, ആ പ്രിയപ്പെട്ട 3 സഹോദരങ്ങളെ, നാസറുദ്ദീൻ സാഹിബും അതുപോലെ തന്നെ ഷറഫുദ്ദീൻ സാഹിബും ഇസാറുദ്ദീൻ എന്ന് പറയുന്ന സഹോദരങ്ങൾ, ഈ 3 സഹോദരങ്ങളാണ് എല്ലാ വർഷവും അൽഹംദുലില്ലാ ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവരാണ് നടത്തുന്നത്, സ്പോൺസർ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബസമേതം നാളെ സ്വർഗത്തിലെത്താൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഇതേ ചാനലിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല വിഷയവുമായി അൽഹംദുലില്ലാ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മാസമാണ് റമളാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുവാൻ, ഇൽമു പറയുവാൻ, ഇൽമു കേൾക്കുവാൻ, ഇൽമു പഠിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു ഞാൻ.
അഴകില്ലേ. MK ഫാബ്രിക്സ് റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൈ വെഡിങ് മൈ MK ഫാബ്രിക്സ് MK റോഡ് കൊല്ലം. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ കൊല്ലം. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.